പെട്ടെന്ന് എഞ്ചിനുകൾ ഗർജിച്ചു. വിമാനം ടേക്ക് ഓഫ് ചെയ്തു. ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ അവൻ കേട്ട ആ ഭീകരമായ ശബ്ദം. ആ വാതിലുകൾ, വിമാനത്തിന്റെ വീൽഭയുടെ വാതിലുകൾ അടയുന്ന ശബ്ദം. ചക്രം ഉള്ളിലേക്ക് വലിക്കപ്പെട്ടു. അവൻ ഒരു ഇരുട്ടുമുറിയിൽ അകപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട യാത്ര. വിമാനം അന്തരീക്ഷത്തിലൂടെ പറന്നുയർന്നു. 10,000 അടിക്ക് മുകളിൽ. നിങ്ങൾക്കറിയുമോ, ഈ ഉയരത്തിൽ ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. താപനില -ഡിഗ്രിയിലേക്ക് താഴാൻ തുടങ്ങി. മിനിറ്റുകൾക്കുള്ളിൽ ആർക്കും അബോധാവസ്ഥയാകാം, അല്ലെങ്കിൽ മരണം തന്നെ സംഭവിച്ചേക്കാം. അങ്ങനെ അവൻ എത്തിച്ചേർന്നത് എവിടെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അവൻ വിചാരിച്ച് ഇറാനിലായിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ തലസ്ഥാനമായ ഡൽഹിയിലായിരുന്നു അവൻ എത്തിച്ചേർന്നത്. ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അഫ്ഗാൻ ഉദ്യോഗസ്ഥർ ആദ്യം പറഞ്ഞു, അസംഭവമാണ് ഇങ്ങനെയുള്ളൊരു കാര്യം, അതൊരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല. കഥയാണെന്ന് അവർ പറഞ്ഞു. ആർക്കും ഇങ്ങനെ യാത്ര ചെയ്യാൻ കഴിയില്ല. പക്ഷേ അവരെ അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോഴേ ഞെട്ടിത്തെരിച്ചുപോയി. ഒളിഞ്ഞും പതുങ്ങിയും വിമാനത്തിനടുത്തേക്ക് നീങ്ങുന്ന ആ കൊച്ചുകുട്ടി, അത് സത്യമായിരുന്നു എന്ന് അവർക്കത് മനസ്സിലായി. ഇവിടെ വിദഗ്ധർ പറയുന്നത്, ഇതുപോലെ വിമാനത്തിന്റെ ടയർ വേയിൽ യാത്ര ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളിൽ 100-ൽ 5 പേർക്ക് മാത്രമേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന്. എന്നാൽ